മണിക്കൂറുകൾക്ക് മുമ്പാണ് സീരിയൽ നടി അശ്വതി രാഹുൽ ഒരു വീഡിയോയുമായി രംഗത്തു വന്നത്. കഴിഞ്ഞ 2.5 വർഷത്തോളമായി അശ്വതിയും ഭർത്താവും അനുഭവിക്കുന്ന വേദനകളും അതുമൂലമുണ്ടായ നഷ്ടങ്ങളുമെല്ലാം പറഞ്ഞാണ് അശ്വതി പ്രതികരിച്ചത്. രാഹുൽ ഒരു വീഡിയോയുമായി രംഗത്തു വന്ന് മണിക്കൂറുകൾക്കിപ്പുറമായിരുന്നു അശ്വതിയും ഇതേ വിഷയത്തിൽ സംസാരിച്ചത്. എന്നാൽ ഇപ്പോഴിതാ അശ്വതി ഇപ്പോൾ അഭിനയിക്കുന്ന ഒറ്റ ശിഖരം എന്ന പരമ്പരയുടെ ഒരു സീൻ ഷെയർ ചെയ്തുകൊണ്ട് മീനാക്ഷിയെ ഞാൻ ശരിക്കും മിസ് ചെയ്യും എന്ന കമന്റ് കുറിച്ചിരിക്കുകയാണ് നടി. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ആരംഭിച്ചിട്ട് മാസങ്ങൾ മാത്രമായിട്ടുള്ള പരമ്പരയാണ് ഒറ്റ ശിഖരം. വളരെ വേഗം ജനശ്രദ്ധ നേടിയ ആ പരമ്പരയിൽ മീനാക്ഷി എന്ന നായിക കഥാപാത്രത്തെയാണ് അശ്വതി അവതരിപ്പിക്കുന്നത്. അതേസമയം ഷെയർ ചെയ്ത വീഡിയോയ്ക്ക് താഴെ മീനാക്ഷിയെ ഞാൻ ശരിക്കും മിസ് ചെയ്യും എന്ന അശ്വതിയുടെ കമന്റ് വന്നതോടെ പ്രേക്ഷകർ മുഴുവൻ അങ്കലാപ്പിലായിരിക്കുകയാണ്. പരമ്പര അവസാനിക്കാൻ പോവുകയാണോ അതോ അശ്വതി പരമ്പര ഉപേക്ഷിക്കുകയാണോ എന്ന സംശയമാണ് ആരാധകർക്ക് മുഴുവൻ. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒറ്റ ശിഖരം എന്ന പരമ്പരയുടെ ലാസ്റ്റ് എപ്പിസോഡുകൾ കണ്ടാൽ പരമ്പര അവസാനിക്കാൻ പോവുകയാണോ എന്ന സംശയം ആരാധകർക്ക് ഉണ്ടായേക്കാം. ഒരുപക്ഷെ പരമ്പര അതിൻ്റെ ക്ലൈമാക്സ് എപ്പിസോഡുകളിലേക്ക് കടക്കുകയായിരിക്കും എന്ന സൂചനയാണ് ആരാധകർക്ക് നൽകുന്നത്. അതേസമയം 2 നാൾ മുമ്പാണ് അശ്വതിയുടെ ഭർത്താവും സീരിയൽ നടനുമായ രാഹുൽ 2.5 വർഷത്തോളമായി താനും ഭാര്യയും കരിയറിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വീഡിയോ ലക്ഷക്കണക്കിന് പേരാണ് കണ്ടതും നടനും ഭാര്യയ്ക്കും പിന്തുണയുമായി ഒപ്പം നിന്നതും. പിന്നാലെയാണ് രാഹുലിൻ്റെ ഭാര്യയും നടിയുമായ അശ്വതിയും ഒരു വീഡിയോ ഷെയർ ചെയ്തത്. കഴിഞ്ഞ കുറച്ചു കാലങ്ങൾ കൊണ്ട് ഇരുവരും മാനസികമായി അനുഭവിച്ച വേദന എത്രത്തോളം ഉണ്ടെന്ന് ഹൃദയം നുറുങ്ങിയായിരുന്നു അശ്വതി പറഞ്ഞത്. അശ്വതിയും രാഹുലും ഒന്നിച്ചൊരു പ്രൊജക്റ്റ് ചെയ്തിരുന്നു. അത് തീർന്ന സമയത്തായിരുന്നു അശ്വതിയുടെ അച്ഛൻ്റെ മരണം സംഭവിച്ചത്. ക്യാൻസർ ബാധിച്ചായിരുന്നു ആ മരണം. ആ സമയത്തായിരുന്നു ഈ പ്രശ്നങ്ങളെല്ലാം നടക്കുന്നത്. പിന്നീട് ഒരു 3 മാസത്തോളം സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല അശ്വതി. പെട്ടെന്നുണ്ടായ മരണം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല. മാനസികമായി തകർന്നു പോയ നിമിഷത്തിൽ ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല, ഒന്ന് എൻഗേജ്ഡ് ആവണം എന്ന് തോന്നിയപ്പോഴാണ് പുതിയ പ്രൊജക്റ്റുകൾക്ക് വേണ്ടി ശ്രമിച്ചത്. എന്നാൽ ഇരുവരെയും കോൺടാക്ട് ചെയ്തവരെല്ലാം ഒരുപോലെ അശ്വതിയെയും രാഹുലിനെയും റിജക്റ്റ് ചെയ്യുകയായിരുന്നു. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ നിങ്ങൾ പ്രശ്നക്കാരാണ്, രാഹുലിനൊരു പ്രൊജക്റ്റ് കൊടുത്താൽ ഭാര്യ അശ്വതി കുറച്ച് പ്രശ്നങ്ങളുള്ള ആളാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഇത്തരം അപഖ്യാതികൾ ജോലിയെയും വരുമാനത്തെയും ഒക്കെ ബാധിച്ചു തുടങ്ങി. എങ്ങനെ ഇതിനെ അതിജീവിക്കും എന്ന ആശയക്കുഴപ്പമുണ്ടായിരുന്നു. പഠിച്ച പ്രൊഫഷനിലേക്ക് തന്നെ തിരികെ പോയാലോ എന്നും ചിന്തിച്ചു. എന്നാൽ അത് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. തുടർന്നാണ് ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിയത്. അതിനുശേഷം പുതിയ പ്രൊജക്റ്റുകൾ വരികയും അത് ഏറ്റെടുക്കുകയുമായിരുന്നു. അതിനിടെ ഇത്തരം പ്രശ്നങ്ങൾ മൂലമുണ്ടായ മാനസിക സമ്മർദ്ദത്താൽ ഇരുവർക്കുമുണ്ടായ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.